കർമ്മപദ്ധതി തയ്യാറാക്കുക മാത്രമല്ല, ബന്ധപ്പെട്ട വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ സമയബന്ധിതമായി അവ നടപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുക കൂടി വേണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ. അവയെല്ലാം പ്രാവർത്തികമായാൽ 2050 നമ്മുടെ കേരളം നെറ്റ് സീറോ കാർബൺ ബഹിർഗമന സംസ്ഥാനമായി മാറും. മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജൈവ വൈവിധ്യ സൗഹൃദ സംസ്ഥാനം എന്ന നേട്ടം 2030 നമുക്ക് കൈവരിക്കാനും കഴിയും. ജൈവ വൈവിധ്യത്തെ എപ്പോഴും അത്ഭുതത്തോടെ അടുത്തറിയാൻ ശ്രമിക്കുന്നവരാണ് നമ്മുടെ കുട്ടികൾ. നമുക്ക് ചുറ്റുമുള്ള സസ്യ ജന്തുജാലങ്ങളെ തിരിച്ചറിയാൻ അവർ പുലർത്തുന്ന ഉത്സാഹം മാതൃകാപരമാണ്. അതുകൊണ്ട് തന്നെ ജൈവ വൈവിധ്യ സംരക്ഷണത്തെക്കുറിച്ചും അതിൻ്റെ സുസ്ഥിര ഉപയോഗത്തെക്കുറിച്ചും കുട്ടികളിൽ ശാസ്ത്രീയമായ അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ ജൈവ വൈവിധ്യ കോൺഗ്രസ് പോലുള്ള ഒത്തുചേരലുകൾ ഇതിന് ഉപകാരപ്രദമാണ്. അതിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നു. കൂടാതെ ജൈവ വൈവിധ്യ സംരക്ഷണ രംഗത്ത് നൂതന ആശയങ്ങൾ രൂപപ്പെടുന്നതിനായി യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബോർഡ് നടത്തിയ യൂത്ത് ഐഡിയേഷൻ ചാലഞ്ച്, അതിലെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള വിജയികളെയും അഭിനന്ദിക്കുന്നു. ജൈവ വൈവിധ്യ സംരക്ഷണം സംസ്ഥാന പ്രാദേശിക സർക്കാരുകൾ മാത്രം വിചാരിച്ചാൽ നടപ്പിലാക്കാൻ സാധിക്കുന്നത്. കർമ്മോത്സുകരായിട്ടുള്ള ജനങ്ങളുടെ പരിപൂർണ പിന്തുണ ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ജൈവ വൈവിധ്യ സംരക്ഷണത്തിൻ്റെ വിവിധ തലങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ, സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ, വ്യക്തികൾ എന്നിവർക്കായി സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരം നൽകി വരുന്നു. 12 വിഭാഗങ്ങളിലായി 22 പേരാണ് ഇവിടെ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത്. അവർ മുന്നോട്ട് വെച്ച സംരക്ഷണ മാതൃകകൾ പഠന വിധേയമാക്കുന്നതിനും മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ജൈവ വൈവിധ്യ പരിപാലന സമിതികളും ശ്രദ്ധിക്കണം. മികച്ച ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികളുടെയും സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ട പിന്തുണയും പ്രോത്സാഹനവും പ്രചരണവും നൽകുന്നതിനും തയ്യാറാക്കണം. പുരസ്കാരത്തിന് അർഹരായ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. പുരസ്കാര വിതരണമാണ്.